369 എന്ന് പറഞ്ഞൊരു കാർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ കാറാണ്. ആ കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എന്തായാലും സാറിന് പറയാനുണ്ടാവും. എമ്പുരാനിലുണ്ടല്ലോ. ഇപ്പം ആദ്യമായിട്ട് ക്യാരക്ടർ പോസ്റ്ററിൽ അവസാനത്തിൽ ഫസ്റ്റ് ആയത് ഞാനായിരുന്നല്ലോ. ബുർജ് ഖലീഫയുടെ പാർട്ടി ഗ്ലാസ് കോൺട്രാക്ടറായി. എനിക്ക് ഒരു 19ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ലേബർ സപ്ലൈ നിർത്തിയതിൽ ഒരു 10-30 അവർ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കയ്യിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം നിർത്തി പോരുന്നത്. പൃഥ്വിരാജ് സാറിന്റെ കൂടെ ഒരു മൂവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ മാറ്റിമറിച്ച സാധനമാണ് ലൂസിഫറിൽ ആണ് എല്ലാവരും എന്നെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അത് എമ്പുരാൻ അങ്ങനെ ഒരുപാട് സ്പേസിൽ അദ്ദേഹം എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ തന്നിട്ടുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിന് അടുത്ത് വന്ന് പോലെ ഒറ്റ മറിയില്ല വെള്ളം അപ്പോഴത്തേക്ക് അത്ര ശക്തിയിലാണ്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ തെറിച്ച് എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ കൊറോണ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ സാറ് മോണിറ്ററിൽ അപൂർവമാണ് ഇരിക്കുന്നത്. ഫോട്ടോ എഡിറ്റിംഗ് സാധനമേ ഇല്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണ് ഈ എഡിറ്റിംഗ് നടക്കുന്നത്. ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് വയ്ക്കും. ഓക്കെ സാധനം കിട്ടിക്കൊള്ളു. അതിൻ്റെ പൂജയ്ക്ക് പോയപ്പോൾ ഒരുപാട് അവിടെ കമൻറ്റ്സ് വിജയ് സേതുപതിയായിട്ട് ഇത് ചെയ്തിട്ട് കേരള വിജയ് സേതുപതി എന്നും പറഞ്ഞ് എനിക്ക് എന്നെപ്പറ്റി ആർട്ടിക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. സമയം This is Ajay Krishna here. ഇന്ന് മാറ്റ്നി ലൈവിൽ ഫ്രെയിം ബൈ ഫ്രെയിമിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 2018 അതേപോലെ 5-ാം പാതിര എമ്പുരാനിൽ എത്തി നിൽക്കുന്ന ജെയ്സ് ജോസ് ആണ്. വെൽക്കം സർ. നമസ്കാരം സർ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു. 369 എന്ന് പറഞ്ഞൊരു കാർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ കാറാണ്. ആ കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എന്തായാലും സാറിന് പറയാനുണ്ടാവും. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പറയാമോ? അതിനകത്ത് കഥ എന്ന് പറയാനൊന്നുമില്ല. പിന്നെ മമ്മൂക്ക ഉപയോഗിക്കുന്ന ഈ 369 എന്ന് പറയുന്ന നമ്പർ, അതിനോടുള്ള നമുക്ക് മമ്മൂക്കയോടുള്ള ആരാധന ആ നമ്പറിനോട് നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മമ്മൂക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. മമ്മൂക്ക് ഫൈസൽ ലത്തീഫ് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന് സ്വന്തം ക്ലീറ്റസ് അതുപോലെ കുറേ സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. ഫൈസൽക്കടായിരുന്ന വണ്ടിയാണ്. അങ്ങനെ ഫൈസൽക്ക ഞാൻ പരിചയപ്പെടുന്നത് ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ജോർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്കയുടെ ജോർജ് ഏട്ടൻ ഞാനും തമ്മിൽ എൻ്റെ കസിൻ സിസ്റ്ററാണ് പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ജോർജ് എൻ്റെ അളിയനാണ്. അപ്പോൾ അങ്ങനെ അതാണ് അവിടെ ബന്ധവും അവരുമായിട്ട് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ മമ്മൂക്കയോട് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റിയതും ആ കണക്ഷനൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ മാർത്താണ്ഡനാണ് എന്നെ മമ്മൂക്കേൻ്റെ സിനിമയിലേക്ക് ആദ്യമായിട്ട് ദൈവത്തിന് സ്വന്തം ക്ലീറ്റസ്റ്റ് വിളിക്കുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ഫൈസൽക്കയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, ഈ വണ്ടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാഗ്രഹം ചോദിച്ചു, അവരെ നടത്തി തന്നു, അവരെ വണ്ടി തന്നു. അങ്ങനെ ആ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനങ്ങനെ പൊന്നുപോലെ കൊണ്ടുവരുന്നത്. ആഗ്രഹങ്ങളെല്ലാം സാർ ഇപ്പോൾ പറഞ്ഞു, ആഗ്രഹിച്ചു അത് കിട്ടി എന്നുള്ളത്. ആഗ്രഹങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? 2018 ആയിക്കോട്ടെ, 5-ാം പാതിര ആയിക്കോട്ടെ, ഗുമസ്തൻ ആയിക്കോട്ടെ. ഈ ഗുമസ്തൻ എന്ന് പറയുമ്പോൾ ഗുമസ്തനിലെ ക്യാരക്ടർ ഇപ്പം ഞാൻ സാറിനെ കാണുന്ന ഒരു ക്യാരക്ടറേ അല്ല. ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ ഒരു മുഴുനീള ചിത്രത്തിലും അങ്ങനെയായിരുന്നു. ഗുമസ്തൻ അധികം പ്രമോഷൻസ് പോയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ഗുമസ്തൻ. അത്രയും മനോഹരമായിട്ടുള്ളൊരു തിരക്കഥയാണ്. ആ തിരക്കഥയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? തിരക്കഥയിലേക്ക് എത്തുന്നത് അതിൻ്റെ റൈറ്റർ ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്താണല്ലോ വീട്. അപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് എനിക്കൊരു കഥ പറയാനുണ്ട്, ചേട്ടനെ പറ്റിയ സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞു. പുള്ളിയോട് കഥ പറയാൻ വന്നു. പക്ഷേ പുള്ളിയോട് പറയാൻ വന്ന കഥയും കഥാപാത്രവും ഷാജു ശ്രീധർ എഴുതുന്ന പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പുറത്ത് മനസ്സിൽ വലിയൊരു ആർട്ടിസ്റ്റാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ആ ആഗ്രഹം ഞാൻ പുള്ളിയോടും ചോദിച്ചു. എനിക്ക് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു കഥാപാത്രം എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇതിൽ ഈ ഗുമസ്തൻ ഞാൻ ചെയ്യട്ടെ? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലോചിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് ആര് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. അങ്ങനെയാണ് ഞാൻ അമലിൻ്റെ അടുത്ത് കഥ പറയാൻ വിടുന്നു. അമലിന് ആ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളൊരുമിച്ച് പ്രൊഡ്യൂസർ തൊപ്പിയുള്ള അന്വേഷണമായി. ഞങ്ങൾ ഭാഗ്യത്തിന് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. മുസാഫിർ ഫിലിംസ് അബ്ദുള്ള എന്ന് പറയും. സത്യത്തിൽ അയാൾ കോറി ബിസിനസ്സാണ്. അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി പക്ഷേ
നമ്മളോടുള്ള വിശ്വാസവും ഇഷ്ടവും കൊണ്ട് പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായി. അങ്ങനെ അതൊരു നല്ല സിനിമയായി നമുക്ക് എത്തിക്കാൻ പറ്റും. പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ ഒരുപാടധികം ത്രില്ലർ മൂവീസിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരാണ്. അത് മാത്രമല്ല ഓരോ മൂവീസും കൃത്യമായി വാച്ച് ചെയ്യുന്ന പ്രേക്ഷകരാണ്. ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു സിനിമ വെക്കാൻ ഭയം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനൊരു ഭയം തോന്നിയിട്ടില്ല. പിന്നെ എല്ലാം നമ്മുടെ പ്രതീക്ഷയാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴത് തനിയെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളപ്പോൾ. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ശേഷം 12 വർഷമായി. 3 ഡോട്ട്സ് എന്ന് പറയുന്ന സിനിമയിൽ സുഗീതാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ഓരോ ബന്ധങ്ങളും ലൈഫിൽ, അന്ന് എനിക്ക് സിനിമ വരുമ്പോൾ ആരും അറിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവരെയും തന്നെ അറിയാം. അത്രയ്ക്കും എല്ലാവർക്കും നമ്മളോട് വളരെ ഇഷ്ടമുണ്ട്. എല്ലാവരും അവരുടെ സിനിമകളെ വിളിച്ച് ഇപ്പോൾ ഒരു സിനിമയിൽ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ അവർ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സുഗീത എന്നെ സിനിമയിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് സക്കീറിനെ സിദ്ദിഖെ പരിചയപ്പെടുന്നു. അങ്ങനെ സിദ്ദിഖ് ലാലിൻ്റെ പടമാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാനിലാണ് ഞാൻ ആദ്യം വരുന്നത്. അവിടെ വെച്ച് ഞാൻ പ്രിയനന്ദൻ ചേട്ടനെ കാണുന്നു. പ്രിയനന്ദൻ ചേട്ടൻ അയാളുടെ അടുത്ത പടത്തിൽ ഒരു ലീഡ് ക്യാരക്ടർ എനിക്ക് തരുന്നു. അവിടെ നിന്ന് മറ്റേ ക്ലീറ്റസിൽ അഭിനയിക്കാൻ മാർത്താണ്ഡനെ പരിചയപ്പെടുന്നു. മാർത്താണ്ഡൻ വരുമ്പോൾ അതിനകത്ത് അവിടെ വെച്ച് കഥ പറയാൻ ബിന്നി പി നാരായണപുരത്തിനെ പരിചയപ്പെടുന്നു. ബെന്നിച്ചേട്ടൻ എനിക്ക് ജോണിച്ചേട്ടനെ പരിചയപ്പെടുത്തുന്നു, ജോണി ആൻ്റെയെ അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാവരും അങ്ങനെ അതിങ്ങനെ അറിയാതെ പടർന്നാണ് എല്ലാവരിലേക്കും എത്തുന്നു. അവിടെ വെച്ച് ബീച്ചേട്ടനെ പരിചയപ്പെടുന്നു, ചാക്കോച്ചനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ അത് പടർന്നു വരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എല്ലാവരും നമ്മളാരെയും മിസ്യൂസ് ചെയ്യാതിരിക്കുക, നമ്മൾ അവരോട് നന്നായി പെരുമാറുക, ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്നാൽ തിരിച്ചും കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോകണം, അല്ലാതെ ഒന്നും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നിനോടും ഭയമോ ഇല്ല. യൂണിവേഴ്സ് സാറിന് വേണ്ടിയിട്ട് സിനിമ കരുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലിയിലേക്ക് വരുമ്പോൾ ഒരു ഫാമിലിനെ മുഴുവൻ പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, കേരളത്തിലോട്ട് വരുന്നു. ദുബായിലുണ്ടായിരുന്ന ബിസിനസ് എല്ലാം വേണ്ട എന്ന് വെക്കുന്നു, സിനിമ മാത്രമാണ് ജീവിതം വെക്കുന്നു. ഫാമിലി എതിർത്തിരുന്നോ? അങ്ങനെ ഒരു എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ സിനിമയിൽ നമ്മൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെ തന്നെയാണ് ദുബായിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളായി നിന്ന് അവിടെ നിന്നൊരു കമ്പനി തുടങ്ങി. ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ബുർജ് ഖലീഫയുടെ 15 ഫ്ലോറിൻ്റെ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ടറായി. എനിക്ക് ഒരു 19ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ലേബർ സപ്ലൈ എടുത്തിട്ട് ഒരു 150 പേര് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കയ്യിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം നിർത്തി പോരുന്നത്. അപ്പോൾ ഒരു യുവൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് ഒരു ദിവസത്തെ കളയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഭയമുണ്ട്. പപ്പയും മമ്മിയൊക്കെ അവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇവനിവിടം വരെ എത്തിയില്ലേ, എൻ്റെ വീട് അന്നൊരു മിർദീഫിൽ നല്ല വർക്കൊരു വില്ലയാണ്, മറ്റേ കമ്പനിയുണ്ട്, ഓഫീസ്, എല്ലാവരും വളരെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വൈഫും ഫാമിലിയൊക്കെ ഹാപ്പിയായിട്ട് അങ്ങനെ ഒരു ലൈഫിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് ഞാൻ ഒറ്റ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ 12 വർഷമായി സിനിമയിൽ വന്നിട്ട് ഒരു 6 വർഷം മുമ്പാണ് 6 വർഷത്തിന് ഒരു 5 വർഷം മുമ്പാണ് ഞാൻ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഒരു 6 വർഷത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ ഷെയർ ചെയ്തു. ആദ്യം അവർക്ക് ഭയം ഉണ്ടായിരുന്നു നടക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിന് വൈഫ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ട്. ബ്രദർ കാര്യം ഭയം ഉണ്ടെങ്കിലും ചേട്ടായി പറ്റും പേടിക്കണ്ട എന്ന് പറയുന്നൊരു അനിയനുണ്ടായി. പിന്നെ പപ്പയും മമ്മിക്കൊക്കെ ആദ്യം ഒരു പേടിയുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിഷമിച്ചിട്ടുണ്ടാവാം, വലിയ കാര്യമായിട്ടൊന്നും എന്നോട് എതിർത്ത് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട്. അത് സിനിമ തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കാം ഇത്രയും അധികം സിനിമ കൈകളിലേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് യെസ്, നമുക്ക് അടുത്തതായിട്ട് ടോപ്പ് 10 ക്വസ്റ്റ്യൻ ആണ് ഫ്രെയിം ബൈ ഫ്രെയിമിലേക്ക്. അപ്പം ആ ടോപ്പ് 10 ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. താങ്ക് യു. ആ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് വേഗം ഉത്തരം പറയണം കേട്ടോ. അങ്ങനെയുണ്ട്. റാപ്പിഡ് ഫയർ അല്ല, നമ്മൾ ആ റാപ്പിഡ് ഫയറിന്റെ പേരൊന്ന് ചെറുതായിട്ട് ടോപ്പ് 10 ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. സോ ഹിയർ, ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിം ജേണർ എന്താണ്? അതേപോലെ എന്തുകൊണ്ടാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്? ത്രില്ലർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ത്രില്ലർ അല്ലാതെ പറയാം. അല്ല, എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പണ്ട് മിമിക്രി മോണോക്റ്റൊക്കെ ചെയ്ത് എല്ലാ ആളുകളെയും ചിരിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്.
അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഹ്യൂമർ ഏരിയയിലൊരു കഥാപാത്രം ചെയ്യുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് മാർത്താണ്ഡൻ എനിക്ക് ജോണി ജോണിയസപ്പ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ക്യാരക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഒന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഇൻവോൾവ് ആയിട്ട് പെർഫോം ചെയ്യാവുന്നൊരു ഹ്യൂമർ പരിപാടിയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് ആയിട്ട് ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ മമ്മൂക്ക അല്ലാതെ? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് സാറിന്റെ കൂടെ ഒരു മൂവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ എക്സ്പീരിയൻസ് ആൻഡ് അതിനെ കുറിച്ചൊന്ന് പറയാമോ? പൃഥ്വിരാജിൻ്റെ കൂടെ ഒരുപാട് അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷേ എൻ്റെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെ കുറേ മാറ്റങ്ങൾ തന്ന ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. പിന്നെ കാരണം ആദം എന്ന് പറയുന്ന മൂവിയിലാണ് ആദ്യമായിട്ട് എൻ്റെ പോസ്റ്റർ വരുന്നത്. അത് പൃഥ്വിരാജ് ഹീറോ ആയിട്ടുള്ള പടമാണ്. ജിനു ആണ് അതിൻ്റെ റൈറ്ററും ഡയറക്ടറും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇറങ്ങുന്ന ഫ്ലെക്സ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ പുറകിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ നമ്മളൊരു നടനാകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു പോസ്റ്റർ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അത് കിട്ടിയത് പുള്ളിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോൾ കടുവയിൽ അഭിനയിക്കുമ്പോൾ അതിലെ ഫൈറ്റ്, അതിലൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് വാടാ എന്ന് പറഞ്ഞ് പുള്ളിനെ വിളിച്ച് ആ ഫൈറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായി. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ ആ ഫൈറ്റ് മാത്രം സെപ്പറേറ്റ് പുറത്തു വിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നിലെ ആളുകൾ തിരിച്ചറിഞ്ഞത്. പിന്നെ ഇതിനൊക്കെ മാറ്റിമറിച്ച സാധനമാണ് ലൂസിഫറിൽ ആണ് എല്ലാവരും എന്നെ തിരിച്ചറിയുന്നത്. കാരണം അത് ലാലേട്ടനെ പോലെ ഒരാളുടെ ലെഫ്റ്റും റൈറ്റും ഞാനും ഷാജോണും നിൽക്കുന്ന ഫ്ലെക്സാണ് ഏറ്റവും കൂടുതൽ കേരളം മുഴുവൻ ഫ്ലെക്സുകളായിരുന്നു. ഏറ്റവും എവിടെ പോയാലും യൂസഫ് പോലെ എവിടെയും ദുബായിലാണെങ്കിലും അവിടെ ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഞാനാണ്. അത് നിൽക്കുന്നത് ലാലേട്ടൻ്റെ കൂടെ. അത് ലൂസിഫർ പോലൊരു പടം, അതന്ന് പൃഥ്വിരാജാണ്. പുറകെ കാപ്പ, ഇപ്പോൾ അത് എമ്പുരാൻ. അങ്ങനെ ഒരുപാട് സ്പേസിൽ അദ്ദേഹം എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ തന്നിട്ടുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ ഇപ്പോൾ ആദ്യമൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു ഒരു ആഗ്രഹം എന്ത് ക്യാരക്ടർ അല്ലെങ്കിൽ ആരെപ്പോലെ ആവണം. ഞാനൊന്നും പ്രകാശ് രാജ് എന്നാണ് പറഞ്ഞിരുന്നത്. വില്ലൻ ചെയ്യുന്ന, ഹ്യൂമർ ചെയ്യുന്ന, എല്ലാ ലാംഗ്വേജും ചെയ്യുന്ന അങ്ങനെ ഒരു ആഗ്രഹമാണ് ഞാൻ എപ്പോഴും പറയും. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, ഒരു കാര്യത്തോടെ അയാൾ തീരുമാനിച്ചിറങ്ങി അതിലേക്ക് അതിൻ്റെ അറ്റം വരെ അത് മനസ്സിലാക്കി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഞെട്ടിയിട്ടുണ്ട്, അഭിനയം നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട്, ഫൈറ്റ്. നമ്മളിപ്പോൾ കടുവയിൽ കാപ്പയിലൊക്കെ ഞാനൊക്കെ ഒരു 8 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ എടുത്തിട്ടാണ് ഫൈറ്റിൻ്റെ സ്റ്റെപ്പ് ഒരെണ്ണം ഇവിടെ അടിച്ച് അടുത്ത് ഇവിടെ വന്ന് തടുത്ത് 8 പ്രാവശ്യം വന്ന് നോക്കുള്ളൂ. ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ആ ജയ്സ് റെഡി അപ്പോൾ കാണിച്ചു ഓക്കെ വന്നു, ഒരു തെറ്റില്ല. അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു കഴിവ് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് സാറ് സംസാരിക്കുന്നത് ഭയങ്കര കണ്ണിങ് ആണെന്ന് പറയാറുണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്ത് കോവർക്കേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവുക? ഭയങ്കര സിമ്പിളായിട്ടും അങ്ങനെ അതൊക്കെ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ ഇതിൽ കാണുന്നതാണ്. പക്ഷേ അയാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എല്ലാവരോടും ഭയങ്കരമായിട്ട് അവരോട് കൂടെ ഇരുന്ന് ഇൻവോൾവ് ചെയ്ത് അവിടുന്ന് മാറാതെ വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തന്ന്, അതുപോലെ ഓരോരുത്തരോടും ആ ബഹുമാനം അല്ലെങ്കിൽ എന്താ പറയുക റെസ്പെക്റ്റ് കൊടുത്തു വാങ്ങാൻ അദ്ദേഹത്തിന് ഭയങ്കര കഴിവാണ്. അല്ലാതെ ഓവർ മൈൻഡ് ഇത് കാണിച്ചിട്ട് വേണമെന്ന് പറയണ്ട, നമ്മൾ അറിയാതെ അയാൾ റെസ്പെക്റ്റ് ചെയ്തു പോകും. ഞാൻ ആലോചിക്കേണ്ടത്, ഞാൻ ആദമിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ എൻ്റെ കസിൻ മനു എന്ന് പറയും. അപ്പോൾ അവൻ പരസ്പരം എന്ന് പറയുന്നൊരു സീരിയലിൽ ലീഡ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാവിടെ ചെന്നാലും തിരിച്ചറിയും. പക്ഷേ അവനും അപ്പോൾ സിനിമ ഒരു ആഗ്രഹം പറഞ്ഞു ജിനുവിനോട് പറഞ്ഞു. അപ്പോൾ ജിനു പറഞ്ഞു സീനൊന്നുമില്ല, വേണമെങ്കിൽ പള്ളിയുടെ മുമ്പിൽ നിന്നൊരു ഡയലോഗ് സീനുണ്ട്, അപ്പോൾ അവിടെ വേണമെങ്കിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ കൂടെ അവൻ വന്ന് നിന്നു. പക്ഷെ അവന് ഡയലോഗില്ല. പക്ഷേ പൃഥ്വിരാജ് അപ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ നിന്ന് അറിഞ്ഞു ഇവൻ ഇങ്ങനെ ആർട്ടിസ്റ്റാണ്, പുള്ളി ആഗ്രഹം കൊണ്ട് വന്നേക്കാണ്. അപ്പോൾ പുള്ളിയൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ചെറിയ കാര്യത്തിൽ ചെയ്യണമെന്ന് ചോദിച്ചു എന്ന് ജിനു പിന്നെ പറയുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ജിനു പറഞ്ഞു പുള്ളി ജെയ്സിൻ്റെ കസിനാണ്, അപ്പോൾ അങ്ങനെ ആഗ്രഹം. ആളവിടെ നിന്ന് വന്ന് ഞാൻ നമ്മുടെ ഡയലോഗിന് ഷെയർ ചെയ്ത് അവനും കൂടി ഡയലോഗ് കൊടുത്തു. ആ പുള്ളി അത് അറിഞ്ഞപ്പോൾ അതൊരു കലാകാരൻ, അയാളുടെ ആഗ്രഹം, അയാൾ നിൽക്കണതിന് അതൊക്കെ അത് മറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നതൊക്കെ അത്ര വലിയ മനസ്സ് വേണ്ടേ. ഇപ്പോൾ ബൈബിളിലൊരു പാട്ട് ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, ഇത്രത്തോളം ചെറുതാവാൻ ഞാൻ എത്ര വളരണം എന്ന് പറയുന്നൊരു, അത്
അത് ചില ആ ഒരു ലൈൻ പൃഥ്വിരാജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത്രത്തോളം ചെറുതാവണമെങ്കിൽ നമ്മൾ എത്ര വളരണം എന്നുള്ളതാണ്, അത് വലിയ കഴിവാണ്. ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ പൃഥ്വിരാജിനോടുള്ള ആരാധന കൂടി കൂടി വരാണ്. ആൻഡ് യെസ്, നമുക്ക് ഈ ഒരു സിനിമാ മേഖലയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ അഭിനയിച്ച കഥാപാത്രത്തിൽ ഏതായിരുന്നു? അങ്ങനെ ഒരു ചലഞ്ചിങ് കഥാപാത്രങ്ങൾ എന്ന് പറയാൻ, എനിക്ക് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളോടും ഇഷ്ടമുണ്ട്. അത് നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥത ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടിയൊക്കെ ഇപ്പോൾ അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ചില ഏരിയാസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ JP വന്നിറങ്ങിയ മുറുക്കി ബംഗാളിയുടെ അടുത്ത് ആ ഒരു, അപ്പോൾ ഇന്ന് ഈ പോലീസ് വേഷം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്തെങ്കിലും ചെയ്യാനുള്ള ക്യാരക്ടർ. അപ്പോൾ പക്ഷെ അഞ്ചാം പാതിര നമുക്കത് കിട്ടി. ആ തനി ഒരു ഊള എന്നുള്ളത് പറയാൻ ആ പ്രവൃത്തിയിൽ അറിയിക്കുന്ന രീതിയിൽ അയാൾക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അതുപോലെ ജോണി എസപ്പ ഞാൻ പിന്നെയും പറയും, ഹ്യൂമർ ക്യാരക്ടർ, മധുര നാരങ്ങ ലഭിച്ചായൻ, 2018 ഷിഹാസ്, അതൊക്കെ ഭയങ്കര എന്താ പറയുക, കുറച്ച് ചെയ്യാൻ പറ്റി തുടങ്ങിയ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഞാൻ 2018 ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. 2018 ഈ പറഞ്ഞ പോലെ ഷിഹാസ് എന്നുള്ള കഥാപാത്രത്തിലാണ് ടൈറ്റിൽ വരുന്നുള്ളത്. സോ 2018 എന്ന് പറയുമ്പോൾ മലയാളികളെല്ലാവരും അതേപോലെ അടുത്തറിഞ്ഞൊരു പടമാണ് 2018. സോ അതിൽ ആദ്യത്തെ ടൈറ്റിൽ ക്യാരക്ടറാണ് ഷിഹാസിൻ്റെതായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് 2018 നമ്മുടെ സിനിമാ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത കുറേ ദിവസങ്ങൾ. ഇപ്പം നമ്മൾ ആ കടലിൽ പെട്ടുകിടക്കുന്ന ആ സീൻ തന്നെയുണ്ടല്ലോ, അതൊരു വലിയൊരു സെറ്റ് ഇട്ടിട്ട് ഒരു കടൽ എന്ന് പറഞ്ഞാൽ അത്രയും കടൽ പോലെ ഏരിയയിൽ വെള്ളം ടാങ്ക് ഉണ്ടാക്കി വെള്ളം നിറച്ച് ആ തിരമാലകളും എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് 2018 എനിക്ക് തോന്നുന്നു ഒരു 10-50 ദിവസം അഭിനയിച്ചിട്ടുണ്ട്. ഈ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ചെന്ന അടുത്ത സൂര്യൻ ഉദിക്കുന്ന വരെ, വെളിച്ചം വരുന്നവരെ ഈ നനഞ്ഞിരിക്കണം. പിന്നെ കൊടുങ്കാറ്റും, അപ്പം വലിയ ബ്ലോറിൽ കാറ്റടിക്കുന്നു, നമ്മൾ 6 മണി തൊട്ട് നനഞ്ഞിരിക്കുന്നു, വിറച്ചിട്ട് നിൽക്കുന്നു. അതിൻ്റെ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇല്ലാത്ത യെസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു, പല്ലൊക്കെ അടിക്കുന്നുണ്ടാവും. പിന്നെ ആ കടലിലെ തിരമാലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ ആർട്ട് ഭയങ്കര, അതായത് അത്രയും ഒരു എനിക്ക് തോന്നുന്നു എത്ര ലിറ്ററാണ്, ഒരു 5000 ലിറ്ററോ അത് കൂടുതൽ വലിയൊരു ടാങ്കിലാണ് മുകളിൽ വലിയ വെച്ചേക്ക വെള്ളം. അതുപോലെ തിരമാല ഇങ്ങനെ നമ്മുടെ ഒരു JCB ഇങ്ങനെ നിരത്തി വെച്ചേക്കോ ഉണ്ട്, അതിൽ വലിയ വീട്ടിൽ വെച്ചിട്ടാണ് അടിക്കണം തിരമാലയോ, അങ്ങനെ കിടന്ന് മറിയും. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങനെ അടുത്ത് വന്ന് ഒരൊറ്റ മറിയില്ല വെള്ളം മുഖത്തേക്ക് അത്ര ശക്തിയിലാണ്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ തെറിച്ച് എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതാ വെള്ളം കൊണ്ടൊരു ചെവിയിൽ കിട്ടുന്ന അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിള്ളി പോവും. അപ്പോൾ പക്ഷെ അത് ഇന്നും അത്രയും ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടി അത്രയും ജോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ അമ്മവും മനുഷ്യനൊക്കെ അങ്ങനെ നനഞ്ഞിരുന്ന് ഓരോ സീൻ വരച്ചു വെച്ചേക്കുക. എന്നിട്ട് അതൊക്കെ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറി പുള്ളി ഉദ്ദേശിച്ച് കിട്ടി. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. ഇപ്പോൾ 2018 കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ആർട്ട് വർക്കിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു, എഡിറ്റിംഗ് ആയിക്കോട്ടെ. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന എല്ലാ മൂവീസിലും ടെക്നോളജി അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ വളരെയധികം ആരാധിക്കുന്ന ആൾക്കാർ കൂടി വരുന്നുണ്ട്. സോ ഈ ഒരു ടെക്നോളജിയെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പണ്ട് കാലത്തെ ഡയറക്ടർമാർ, ഇപ്പോൾ പ്രിയദർശൻ സാറിന്, അപ്പോൾ ഞാൻ പ്രിയദർശൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നത് ഷൂട്ടിങ്ങിന്, ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം എടുത്തതിന് ശേഷം പിന്നീട് ആണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിങ്ങിലും മറ്റു ഏരിയകളിലുമാണ് ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്, കാരണം അപ്പം തന്നെ നമുക്ക് കാണാം. സ്പോട്ട് എഡിറ്റിംഗ് വർഷങ്ങളായി മുമ്പേ വന്നു കഴിഞ്ഞു. സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറവുകളുണ്ടോ കണ്ടിന്യൂറ്റി നോക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്നും ഇല്ലാതെ പ്രിയദർശൻ സാറൊക്കെ വർക്ക് ചെയ്തേക്കണേ. ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ കൊറോണ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ സാറ് മോണിറ്ററിൽ അപൂർവമാണ് ഇരിക്കുന്നുണ്ടല്ലോ. സ്പോട്ട് എഡിറ്റിംഗ് സാധനമേ ഇല്ല അവിടെ. അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണ് ഈ എഡിറ്റിംഗ് നടക്കുന്നത്. ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഓക്കെ 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 സാധനം കിട്ടി കൊടുക്കും. അപ്പോൾ മറ്റേ നമ്മളത് കഴിഞ്ഞ് ഒരാൾ അവിടെ നിന്നും ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ മോണിറ്ററിൽ മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് സ്പോട്ട് എഡിറ്റ് എടുത്ത് നോക്കി കാര്യം കഴിഞ്ഞാൽ കിട്ടി അപ്പോൾ അത് കറക്റ്റ് ഓക്കെ എല്ലാം ശരി. അതുപോലെ ചുറ്റുള്ള അസിസ്റ്റൻസ് സാറെ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അതായത് ഇത് പ്രിയദർശൻ സാറിൻ്റെ ഒന്നുമില്ല, സാറും ഡയറക്റ്റ് നോക്കിയിരിക്കും, അങ്ങനെ നോക്കിയിരുന്നിട്ടാണ് പരിപാടി. അപ്പോൾ അതൊക്കെ അന്ന് തൊട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസും അവരുടെയൊക്കെ കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത്. ഇപ്പോൾ
നമ്മളിപ്പോൾ ഇപ്പോൾ പറയും അന്ന് ഇപ്പോൾ നമ്മുടെ ദേവാസുരം സിനിമയിൽ ആ ക്ലൈമാക്സ് ഫൈറ്റ് അന്നൊക്കെ ഒന്ന് ആലോചിക്കുക, സ്പോട്ട് എഡിറ്റില്ല ഒന്നുമില്ലാത്ത കാലത്ത് ഇത്രയും കട്ട്സ് എടുത്തേക്കണേണ്. ഇത് അന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മോണിറ്ററിലൊന്നും കാണില്ല, അവർ പിന്നെ അവിടെ പോയിട്ട് എഡിറ്റിംഗ് സ്ഥലത്താണ് കാണുന്നത്. അവിടെ കൊല്ലം നമ്മുടെ ചെന്നൈ ചെന്നിട്ടാണ് പിന്നെ അവർ കാണാം. അപ്പോൾ പിന്നെ ഇന്ന് പക്ഷെ കുറേയും കൂടി നമുക്ക് ഈസി ആയിട്ട്, പക്ഷെ അതനുസരിച്ച് എളുപ്പമായി എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു, അത്രയ്ക്കും ടെക്നിക്കലി അറിവ് വേണം. ഇപ്പം ഞാനത് ഇപ്പോൾ പൃഥ്വിരാജിനെ പറ്റി വീണ്ടും പറഞ്ഞു നമ്മൾ, കാരണം അദ്ദേഹത്തിന് ഓരോ ആംഗിൾ എന്താ ചെയ്യുന്നത്, ലൈറ്റ് എങ്ങനെ, ഓരോ കാര്യത്തെപ്പറ്റിയും അത്ര അറിവാണ്. ആ ടെക്നോളജി വളർന്നിട്ട് മാത്രം കാര്യമില്ല, അതിനെപ്പറ്റി അറിവും കൂടി വേണം. അല്ലെങ്കിൽ അതുപോലെ അപ്പോൾ ഇന്നത്തെ പിന്നെ എന്തും ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ AI വരെ ഇപ്പോൾ നമ്മുടെ നെടുമുടി ചേട്ടനാണ് ഇന്ത്യൻ 2-ൽ, നെടുമുടി ചേട്ടൻ മരിച്ചിട്ട് നന്ദു ചേട്ടനാണ് അതിൽ വേണു സാറിന് വരെ അഭിനയിച്ചേക്കണേ AI-ൽ. അപ്പോൾ ടെക്നോളജി വളർന്നു, എന്തും ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയി. പക്ഷെ അതൊരു ഗുണങ്ങളുണ്ട്. പക്ഷെ പഴയ ആളുകൾക്ക് അവരുടെ അതിലും വലിയ തലയിലുണ്ട്, അതാണ് വ്യത്യാസം. ശരിയാണ്, പഴയ ആളുകൾക്ക് അത് വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എളുപ്പമായിരുന്നല്ല, അവർക്കറിയായിരുന്നു എന്താണ്. അവർക്ക് മനസ്സിൽ കാണാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. വിഷ്വലി അവർക്ക് അറിയാം അത് വരാൻ പോണ, അവിടെ വരാൻ സംഭവിക്കാൻ പോണത് എന്താണ് എന്ന് അത്രയ്ക്കും തലയിലുണ്ടാവും. ഇവിടെ നമുക്ക് കുറേ കൂടി ഇത്, പക്ഷെ അത് നല്ലതാണ്. കാരണം അവർക്ക് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ പണ്ട് ഫിലിമിലാകുമ്പോൾ അയക്കണം, ഇന്നിപ്പോൾ അതൊക്കെ മാറി ഡിജിറ്റലായി, നമുക്ക് എത്ര വേണം റീടേക്ക് എടുക്കാം, ടൈം മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ കുറേയും കൂടി ചിലപ്പോൾ ക്വാളിറ്റി, പക്ഷേ ഈ ക്വാളിറ്റി തന്നെ നമ്മൾ പണ്ട് പടങ്ങൾ അട്ടവനും തന്നിട്ടുണ്ട്. അത് അന്നത്തെ ആളുകളുടെ എക്സ്പീരിയൻസ്, നമുക്ക് എങ്ങനെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കാലം ടെക്നോളജി വളരുന്നു, അതനുസരിച്ച് ഗുണങ്ങൾ വരുന്നു, പക്ഷെ അതനുസരിച്ച് ആളുകളുടെ കഴിവ് കുറഞ്ഞൊന്നല്ല, അന്നത്തെ ആളുകളുടെ മൈൻഡിലുള്ള സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചലച്ചിത്രത്തിൽ വരുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അത്രയും അധികം ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. ഓരോ ചെറുപ്പക്കാരും എല്ലാവരും അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. പുതിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ജെയ്സിന് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഫിലിം ഏതാണ്? അതിപ്പോഴും എൻ്റെ ആദ്യത്തെ സിനിമ 3 Dots തന്നെയാണ്. കാരണം ആ സിനിമയിലേക്കാണ് സുഗീത് തന്നെ വിളിക്കുന്നത്, അങ്ങനെയാണ് ഇതിലേക്കൊരു എൻട്രി കിട്ടുന്നത്. അത് ലൈഫിൽ ഏറ്റവും അത് സ്ക്രീനിൽ വരാൻ വേണ്ടി കാത്തിരുന്നൊരു ഇരിപ്പ് വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ പോകുന്നില്ല. ഇപ്പം ഇന്നലെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ മക്കളിങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യുക, പരീക്ഷയുടെ ദിവസങ്ങളിൽ സമയം പോകണേ ഇല്ല, അല്ലാത്ത ദിവസം പെട്ടെന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിതുപോലെ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആ സിനിമ വരാത്തെന്താന്ന് കാത്തിരുന്നത് 3 Dots ആയിരുന്നു. കാരണം അത് എനിക്ക് ദിവസം പോകാത്ത പോലെ തോന്നി. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടും അടുത്ത ദിവസം എത്തിയിട്ടും 24 മണിക്കൂർ വരെ കടന്നു പോകാൻ കുറേ സമയം എടുത്ത പോലെ തോന്നിയിട്ടുണ്ട്, കാണാനുള്ള കൊതി. ഓക്കെ, ആൻഡ് യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ഞാൻ നോക്കിയപ്പോൾ ഇമോഷണൽ ഫിലിംസിൻ്റെ ഭാഗമായിട്ടുണ്ട് കുറേ വട്ടം. ഈ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണോ ഇമോഷണൽ ആയിട്ടുള്ള ഡ്രമാറ്റിക് ഫിലിം അഭിനയിക്കാനാണോ താല്പര്യം? എനിക്ക് ആദ്യം ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ല. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്ന പടങ്ങൾ, അല്ലാതെ ഈ മറ്റേ ഒരു ഇമോഷണൽ ഡ്രാമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു അവാർഡ് സിനിമ ഇതുപോലെയുള്ള സിനിമ. ഒരു സിനിമയും ആരും എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു സിനിമയും ആരും ഇത് കൊമേഴ്ഷ്യലായിട്ട് ഹിറ്റാവും അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണ്ടോ എന്ന് കരുതി ഒരു സിനിമ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പ്രിയനന്ദൻ ചേട്ടൻ്റെ സിനിമകൾ നമ്മളിപ്പോൾ ഒരുപാട് പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുള്ളിയെ പറ്റി പറയുമ്പോൾ പറയും കൊമേഴ്ഷ്യൽ സിനിമയുടെ ആളല്ലാന്ന് പറയും. അവരുടെ മൈൻഡിൽ അത് ഹിറ്റാവുമെന്നോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ പടം ചെയ്യുന്നത്. പിന്നെ ചിന്തകളുടെ വ്യത്യാസമാണത്. അല്ലാണ്ട് സിനിമകൾ എപ്പോഴും ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ കലാമൂല്യമുണ്ട്, അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള ഫണ്ട് വേണം, എല്ലാവരും അത് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കങ്ങനെ രണ്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ചില ബഡ്ജറ്റുള്ളവരും ബഡ്ജറ്റില്ലാത്ത സിനിമകളും തമ്മിലുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു തമിഴിലായാലും ബഡ്ജറ്റ് ഇല്ലാത്ത ഫിലിം പോലും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പം പൊതുവെ ഇൻഡസ്ട്രിയിൽ സംസാരിക്കുന്ന മലയാളവും തമിഴും കന്നഡയും ആണ് ഹിറ്റ് അടിച്ച് നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. നമ്മുടെ പ്രേക്ഷകര് ഒരുപാട് മാറി എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രേക്ഷകരെന്നും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ മാറിയില്ലേ. നമ്മൾ പണ്ട് നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും പടങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് നമുക്കിതിപ്പോൾ അത് മാറ്റങ്ങൾ പോരാൻ തോന്നുന്നുണ്ട്. ആ ഓരോ തലമുറയും ഓരോ കാര്യങ്ങളും മാറുന്നതനുസരിച്ച് നമ്മളെല്ലാവരും മാറും, കാലഘട്ടം മാറും, എല്ലാം മാറില്ലേ. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ അന്ന് ഉപയോഗിച്ച വണ്ടികളാണ് അന്ന് ഉപയോഗിക്കുന്ന വീടുകളാണോ ഉപയോഗിക്കുന്നത്, അന്ന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ വീണ്ടും തിരിച്ചും വരും.
അപ്പോൾ അങ്ങനെ കാലങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് സിനിമയും മാറും, എല്ലാവരും മാറും. പിന്നെ നമ്മൾ പിന്നെ പഴയത് അംഗീകരിക്കാണ്ടിരിക്കുകയോ പഴയത് പൊട്ടിയെന്ന് പറയാണ്ടിരിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ സാറിൻ്റെ മൂവിയുടെ ട്രെയിലറിൻ്റെ അടിയിലായാലും കമൻറ്റ് സെക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കിയിരുന്നു. ആ കമൻറ്റ് സെക്ഷനിലൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പം ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത നടനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ജെയ്സ്? ദൈവമേ, അങ്ങനെ തന്നെയാണ്. അല്ല, അത് അറിയില്ല എനിക്ക് അങ്ങനെ. പിന്നെ ഹേറ്റേഴ്സൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടംപോലെ തിരിച്ചും കാണാം. ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നമുക്ക് നമ്മുടെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുക, ഇരിക്കുക. നമ്മൾ ആരോടും എനിക്ക് ആരെയും വേദനിക്കുന്ന രീതിയിലൊരു കാര്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തെന്ന് വരാം. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. തിരിച്ചും എല്ലാവരും അതുപോലെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ചെറിയ കാര്യത്തിൽ കരയും, പെട്ടെന്ന് വിഷമാവും. എനിക്ക് മുഖം ഈ രൂപം പോലെയല്ല. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരോടാണെങ്കിലും. എന്തൊരു കാര്യം ഇപ്പോൾ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൂടെ. അപ്പോൾ അതുപോലെ എന്നോട് തിരിച്ച് പെരുമാറണമെന്നും ഒരാഗ്രഹമുള്ള ആളാണ്. കിട്ടാണ്ടായെങ്കിലും പിണക്കും വഴക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ദൈവം സഹായിച്ച് ഇന്ന് വരെ ആരുമായിട്ട് വഴക്ക് കൂടിയിട്ടില്ല. ഒരു ശത്രുക്കളും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരുമായിട്ട് നെഗറ്റീവായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ആരെങ്കിലുമൊക്കെ ചെയ്താലും ഞാൻ സാരില്ല, അത് അവൻ്റെ സാഹചര്യം ഇല്ല എന്നിട്ട് പോകുന്ന ഒരാളാണ്. അതിനാണ് ഞാൻ ശ്രമിക്കാറ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയ പ്രൊജക്റ്റുകൾ എന്താണ്? എമ്പുരാനിൽ ഉണ്ടോ? പിന്നെ എമ്പുരാനിലുണ്ടല്ലോ. ഇപ്പം ആദ്യമായിട്ട് ക്യാരക്ടർ പോസ്റ്ററിൽ അവസാനത്തിൽ നിന്ന് ഫസ്റ്റ് ആയത് ഞാനായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ആയാലും അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇതുപോലെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞാൽ അറിയാതെ അറിഞ്ഞു. ഇപ്പോൾ എമ്പുരാന് വേണ്ടിയിട്ടൊരു വാർത്ത എന്തെങ്കിലും പുറത്തു വരാൻ വേണ്ടി കാണാൻ വേണ്ടി ആളുകൾ കാത്തിരുന്നപ്പോൾ ടോപ്പിൽ നിന്ന് റിവേഴ്സ് വന്നിട്ട് ഏറ്റവും ആദ്യം വന്നത് എൻ്റെയാണ്. പക്ഷേ അപ്പോൾ ആദ്യത്തെ അത് ഇറങ്ങിയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്കൊന്ന് ഗുമസ്തൻ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഇത്രയും കോൾ വന്നിട്ടില്ല. എമ്പുരാൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ, ക്യാരക്ടർ പോസ്റ്ററിൽ ഫസ്റ്റ് എൻ്റെ മുഖം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ വിളിച്ചു. നമ്മുടെ സിനിമയിലുള്ളവരും സുഹൃത്തുക്കളും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇത് കിട്ടി. ഭയങ്കരമായിട്ട് അത് വീണ്ടും ഗുണം ചെയ്തു ലൈഫിൽ. എമ്പുരാൻ ഞങ്ങൾ എത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കണം? നമുക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാനുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് നമ്മൾ എമ്പുരാൻ നമ്മുടെ മലയാളം പടം എന്ന് പറയുന്ന രീതിയിലൊരു പടമായിരിക്കും. അത്രയും അത്ഭുതപ്പെടുത്തും, ത്രില്ലടിപ്പിക്കും. വേറെ ഏതെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ കയ്യിൽ? പിന്നെ തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു തമിഴ് മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പേരിട്ടല്ലോ, എല്ലാം പുതുമുഖങ്ങളാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നമ്മുടെ ഷാജി കൈലാസ് സാറിൻ്റെ മോൻ ജഗൻ ഷാജി കൈലാസിൻ്റെ ഒരു മൂവി, ഒരു ടൈറ്റിൽ റോളല്ല, ലീഡ് ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒറ്റക്കൊമ്പലിൽ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് എന്നോട് ആയിട്ടില്ല. പിന്നെ നമ്മുടെ അരുൺ വർമ്മ, ഗരുഡൻ്റെ ഡയറക്ടർ, ചാക്കോച്ചമ്പടം, അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇനി ഒരു തെലുങ്കാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഒരു വലിയ പടം. അതിത്തിരി വലിയ പരിപാടിയാണ്. അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ശരിക്കും അടുത്ത മാസമൊക്കെ തുടങ്ങേണ്ടതാണ്. പക്ഷേ എന്താ ഡേറ്റ് ഇപ്പം സോജൻ ജോസഫ് എന്ന് പറയുന്ന ആളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഋഷഭ് ഷെട്ടി, സഞ്ജയ് ദത്ത്, ബോബി ഡിയോള്, മലയാളത്തിൽ നിന്ന് അവർക്കൊപ്പം തന്നെ ഞാനും ഷൈൻ ടോമും ഉണ്ട്. അപ്പോൾ അതൊരു വൻ പ്രതീക്ഷയോടെ തുടങ്ങാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ കുറേ പ്രൊജക്റ്റുകൾ. സാറിന് ആരെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം ആക്ടറുമായിട്ട് മാച്ചിങ് ആണ്, ആ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലായി ചോദ്യം കിട്ടി. നമ്മുടെ ലൂസിഫറിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഞാനും ഷാജോനാണല്ലോ അപ്പുറത്ത്, ലാലേട്ടൻ അപ്പുറത്ത്. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് ട്വിൻസാണോ ഷാജോൻ്റെ ബ്രദറാണോ എന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു ലൈവ് പോയിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടോ. അതിനകത്തും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്ന ഈ സാധനം ഞങ്ങളോട്, നിങ്ങൾ ബ്രദേഴ്സാണോ ട്വിൻസാണോ എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ താടി വെച്ച് ഞാൻ തലൈനഗരം 2 എന്ന് പറയുന്ന മൂവിയിൽ വില്ലനായിട്ട് ചെയ്തായിരുന്നു. സുന്ദർ സിയുടെ പടം. സുന്ദർ സിനെ അറിയോ? നമ്മുടെ നടി ഹുഷ്ബിൻ്റെ ഹസ്ബൻഡ്, ഒരുപാട് ഹിറ്റ് സിനിമ ഡയറക്ടറാണ്, ഹീറോ ആയിട്ടും പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു തലൈനഗരത്തിൻ്റെ 2. അതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത സമയത്ത് അതിൻ്റെ പൂജയ്ക്ക് പോയപ്പോൾ ഒരുപാട് അവിടെ കമൻറ്റ്സ് വിജയ് സേതുപതിയായിട്ട് ഇത് ചെയ്തോണ്ട് കേരള വിജയ് സേതുപതി എന്നും പറഞ്ഞ് എന്നെപ്പറ്റി ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മുടെ ജോസഫിലെ നായിക മാധുരി, ഞങ്ങൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നത് ഐ ആം വിത്ത് കേരള വിജയ് സേതുപതി.
അങ്ങനെ വിജയ് സേതുപതിയെ പോലെയും പറയാറുണ്ട്, താടിയൊക്കെ ഉണ്ട് വിജയ് സേതുപതിയും, താടി പഠിച്ചാൽ ഷാജുവിനായിട്ടും പറയാറുണ്ട്. ശരിക്കും ആ ഒരു കട്ടുണ്ട്. വിജയ് സേതുപതി എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. ആ ഒരു കട്ട് കേരള വിജയ് സേതുപതി എന്ന് തന്നെ അറിയപ്പെടട്ടെ. ഓക്കെ, ഫ്രെയിം ബൈ ഫ്രെയിമിൽ ഇനി ഫ്രെയിംസ് ആണ്. ഞാൻ കുറച്ച് ഫ്രെയിംസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിംസിലേക്ക് നമുക്കൊന്ന് പോവാം. അതിൻ്റെ കഥ ഒന്ന് പറഞ്ഞു തരാം. ഓ, അനിയൻ്റെ വൈഫ്, മോൻ. അനിയൻ്റെ വൈഫ്, മോൻ എന്ന് പറയുമ്പോൾ ഫാമിലിനെ കുറിച്ചിട്ട് സാറിൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? എൻ്റെ ഫാമിലി, എനിക്ക് പപ്പ, മമ്മി, ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് മൂത്ത ആൾ, ജെയ്സ്. താഴെ അനിയൻ ജിനീഷ്, ഏറ്റവും ഇളയത് ജിൻസിമോൾ, സിസ്റ്റർ. ഞങ്ങൾ 3 മക്കളും, ഞങ്ങൾക്ക് എല്ലാവർക്കും 3 മക്കളാണ്. ഞാൻ ദുബായ് ബിസിനസ് ആയിരുന്ന സമയത്ത് ജിനീഷ് അനിയനും ദുബായിലായിരുന്നു. അവനതിനുശേഷം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി അവർ ഫാമിലിയായിട്ട് സെറ്റിലായി. സിസ്റ്റർ US-ലാണ്. അവളിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ നാട്ടിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പോകും തിരിച്ച്. ആൻഡ് അടുത്ത ഫ്രെയിം, പ്രിയദർശൻ സാർ പുറകിൽ, ആന്റിച്ചേട്ടൻ. അത് ഇതുപോലെ ഒരു സ്വപ്ന ദിവസം ഏറ്റവും ആഗ്രഹിച്ചു പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ ഒരു പടത്തിൽ അഭിനയിക്കാൻ കൊതിയോടെ കാത്തിരുന്നപ്പോൾ കിട്ടിയ പൂജയാണത് പടത്തിൻ്റെ. ഇനി എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം, ഇത് എമ്പുരാൻ്റെ ലൊക്കേഷനിൽ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാൻ പൃഥ്വിരാജും കൂടി എടുത്ത ഫോട്ടോ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഫ്രെയിം. ഇത് എൻ്റെ വിജയേട്ടൻ ജോജുവിൻ്റെ പണിയുടെ വർക്ക് ഷൂട്ട് ചെയ്യും, തൃശ്ശൂർ തുടങ്ങുന്നു. അപ്പം ഞാനും വിജയേട്ടനും സുരേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിജയേട്ടൻ്റെ വിജയൻ്റെ ഒക്കെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. പിന്നെ ജോജുവിൻ്റെ മക്കളാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ബെസ്റ്റ് വിഷസ് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കമൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻസ് ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ സിനിമകൾ കാണാനായിട്ട് ഒരുപാട് തിയേറ്ററിൽ കാണാൻ ധൃതി. അത്രയ്ക്കും നല്ലൊരു ട്രെയിലറായിരുന്നു. ഗുമസ്തൻ്റെ ഒരു ഇതാണ്. സൂപ്പർ മേക്കിങ്ങും അതിനൊത്ത മ്യൂസിക്കും ട്രെയിലർ കണ്ടപ്പോൾ ഇത്രയുമാണ് തോന്നിയത്. ഇത്രയും നല്ല താരങ്ങൾ, ഡയലോഗ് കണ്ടിട്ട് നല്ല സിനിമയായി തോന്നുന്നു. പള്ളിപ്പാടൻ ചുമ്മാ തീയാണ് മോനെ. വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ത്രില്ലർ. കയറി വരട്ടെ, മലയാള സിനിമ അതിൻ്റെ പ്രതാപകാലത്തിലേക്ക് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും. എന്തായാലും ഫ്രെയിം ബൈ ഫ്രെയിമിൻ്റെ ഫ്രെയിംസ് എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സാറിൻ്റെ ശബ്ദം ഭയങ്കര ഗാംഭീര്യമാണ്. ഞാൻ എപ്പോഴും മോഡുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ നടക്കാറില്ല. പക്ഷേ സാറിൻ്റെ ശബ്ദം ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദമാണ്. പല തരത്തിലേക്ക് മോഡുലേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഡബ്ബിങ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഡബ്ബിങ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ഡബ് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെ ഡബ് ചെയ്യാൻ നല്ലൊരു കാര്യത്തിന് വിളിച്ച് ഉറപ്പായിട്ടും ഡബ് ചെയ്യും. ആർക്ക് ഡബ് ചെയ്യും? നമ്മുടെ ആഗ്രഹം പറയാലോ, യൂണിവേഴ്സിനോട് നമ്മുടെ ആഗ്രഹം പറയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകാശ് രാജ് സാറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതാണ് എൻ്റെ ഡ്രീം. ഈ പറഞ്ഞതൊക്കെയാണ് എൻ്റെ മനസ്സ്. സിനിമ തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എനിക്കിപ്പോൾ തന്ന ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. സോ മാറ്റ്നി ലൈവിന്റെ ഫ്രെയിം ബൈ ഫ്രെയിം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ആദ്യ കൃഷ്ണ ഹിയർ.